ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിളകളും മികച്ച ഇനം വിത്തിനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഈ വിത്തിനങ്ങൾ മികച്ച വിത്തിനങ്ങൾ സങ്കര ഇനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്. ഏതാന്ന് വേഗം പറഞ്ഞേ, ഏതാണ് ശരി ഉത്തരം? ഇതില് സബി ഓപ്ഷൻ എ ആണ് അല്ലെ ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. നോക്കൂ, ഏതൊക്കെയാണ് പ്രസ്താവനകൾ? മുക്തി, അനഘ, അക്ഷയ മുതലായവ തക്കാളിയുടെ മികച്ച ഇനങ്ങളാണ്. ശരിയാണ്. ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ പയറാണോ? പയറിന്റെ മികച്ച ഇനങ്ങളല്ല, ഇത് പച്ചമുളകാണ് അല്ലെ. ഉജ്വല, ജ്വാലാമുഖി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വേണം? പച്ചമുളകാണ് അല്ലെ. പ്രിയങ്ക, പ്രീതി, പ്രിയ എന്നിവ വഴുതനയുടേതല്ല. ഏതാണിത്? പ്രിയങ്ക പാപ്പ അല്ലെ. എന്താണ്? പാവൽ. പ്രിയങ്ക, പ്രീതി, പ്രിയ ഏതാണിത്? പാവലിന്റെ ഇനങ്ങളാണ്. പാവലിന്റെ ഇനങ്ങളാണ്. പാവയ്ക്ക, പാവച്ചോണ്ട് പഠിക്കുക കേട്ടാ. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി മുതലായവ നെല്ലിന്റെ ഇനങ്ങളാണ്. നെല്ലാണോ? കിരൺ, അൽക്ക, അനാമിക, സൽകീർത്തി ഒക്കെ ഏതാണ്? വെണ്ടയുടെ ഇനങ്ങളാണ്. ഏതാണ്? വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള സങ്കരീന വിളകളാണ് എന്ന് പറയുന്നത്. ആ കിരണും അർക്കയും അനാമികയും സൽകീർത്തിയും എല്ലാം. ഓക്കെ, ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഒന്ന് മാത്രമാണ് ശരി, 2ഉം 3ഉം 4ഉം എന്താണ്? തെറ്റാണ്. മറക്കില്ലല്ലോ. പച്ചമുളകിന്റെ വിവിധ ഇനങ്ങളാണ് ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പാവലിന്റെയാണ് പ്രിയങ്ക, പ്രീതി, പ്രിയ. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി മുതലായവ എന്തിയാണ്? വെണ്ടയുടെ മികച്ച ഇനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഉറപ്പല്ലേ? വെണ്ടക്കയിലെ വെണ്ടക്കയുടെ ഇനങ്ങളാണ്. ഇനി വഴുതനയുടെ ഇനങ്ങൾ എന്തൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ തുടങ്ങിയവയാണ് വഴുതനയുടെ മെച്ചപ്പെട്ട ഇനങ്ങൾ. ഒരു മിനിറ്റ് കേട്ടോ. മ്യൂസിക്. വഴുതനയുടെ ഇനങ്ങളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ തുടങ്ങിയവ. പയറിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക മുതലായവയാണ് പയറിന്റെ വ്യത്യസ്ത ഇനങ്ങൾ അല്ലെ. നെല്ലിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ മുതലായവയാണ് നെല്ലിന്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അപ്പൊ ഇനി കാർഷിക വിളകളും ഇനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാല് തെറ്റിക്കില്ലല്ലോ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. വേഗം കണ്ടെത്തിക്കോളൂ. ഏതാണ് തെറ്റായ ജോഡി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സാധാരണ എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു മോഡല് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതാണ് തെറ്റായ ജോഡി? വേഗം പറഞ്ഞേ, ഏതാണ് തെറ്റ്? ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? തെറ്റായ ജോഡി ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് തെറ്റായ ജോഡി എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് തെറ്റായ ജോഡി അല്ലെ? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 1ഉം 2ഉമാണ് തെറ്റായ ജോഡി അല്ലെ. ഏതാണ്? നോക്കൂ, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. എന്താണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഏതാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? പരുത്തിയാണോ? അല്ല. ഏതാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ചണമാണ്, ജൂട്ട് ആണ് അല്ലെ. പരുത്തി എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളയാണ് ഏത്? പരുത്തി. പരുത്തി എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ ആണ്. നോക്കൂ, സിൽവർ ഫൈബർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടാണ്? സിൽവർ ഫൈബർ വിപ്ലവം തേനുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. എന്താണ് സിൽവർ ഫൈബർ വിപ്ലവം എന്ന് പറയുന്നത്? സിൽവർ ഫൈബർ വിപ്ലവം പരുത്തിയുടെ, തേനല്ല, പരുത്തിയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, പരുത്തിയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപ്ലവമാണ് സിൽവർ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? മുട്ടയാണ്. മഞ്ഞ വിപ്ലവം എന്താണ്? എണ്ണക്കുരുക്കളുടെ ഉൽപാദനമാണ്. ഉറപ്പല്ലേ? ഓക്കെ. അപ്പൊ സാധാരണഗതിയില് ഗോൾഡൻ ഫൈബർ ഏതാണ് ചോദിക്കാറുണ്ട്. ഏതാണ് ഗോൾഡൻ ഫൈബർ? ചണമാണ്. പരുത്തി എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ ആണ് അല്ലെ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നതാണ്
ഏത്? പരുത്തി. ഇനി ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപാദനമാണ്. മഴവില്ല വിപ്ലവം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? കാർഷിക മേഖലയിലെ മൊത്തം ഉൽപാദനത്തിനെയാണ് മഴവില്ല വിപ്ലവം എന്ന് പറയുന്നത്. ഗ്രേ വിപ്ലവം എന്താണ്? വളങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. റൗണ്ട് വിപ്ലവം എന്താണ്? റൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉരുളക്കിഴങ്ങിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ചുവപ്പ് വിപ്ലവം എന്താണ്? മാംസങ്ങളും തക്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സുവർണ വിപ്ലവമാണ് ചോദിക്കുന്നെങ്കിലോ അത് പഴങ്ങളും പച്ചക്കറികളുമായി ബന്ധപ്പെട്ടുള്ള വിപ്ലവങ്ങളാണ്. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ഒന്നുകൂടി കടക്കുവാണേ. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. വേഗം ഈ പ്രസ്താവനകളൊക്കെ ഒന്ന് വായിക്കൂ. ഏതാണ് ശരിയായ പ്രസ്താവന? ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? വേഗം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിച്ചോ. ശരി ഉത്തരം ഏതാണ്? വേഗം കമന്റ് ചെയ്യൂ. ഏതാണ് ശരി ഉത്തരം? വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. എല്ലാം ശരിയാണ്. നോക്കൂ, മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന ബഹുമതിയാണ് ഹരിതമിത്ര. ശരിയാണോ? ശരിയാണ്. ഹരിതമിത്ര എന്താണ്? മികച്ച പച്ചക്കറി കർഷകൻ നൽകുന്ന, സർക്കാർ നൽകുന്ന ബഹുമതിയാണ് അല്ലെ. ഇനി മികച്ച കർഷകന്, പച്ചക്കറി കർഷകനാണ് ഹരിതമിത്ര. മികച്ച കർഷകനാണ് ഏത് അവാർഡ് കൊടുക്കുന്നത്? കർഷകോത്തമ. മികച്ച കർഷകൻ നൽകുന്ന അവാർഡ് ഏതാണ്? കർഷകോത്തമ. ഇനി വനിതാ കർഷകയ്ക്ക് നൽകുന്ന അവാർഡ് ഏതാണ്? കർഷക തിലക അവാർഡ്. പ്രത്യേകം ഓർത്തു വെക്കുക. മികച്ച പച്ചക്കറി കർഷകൻ എന്ന് പറഞ്ഞാൽ ഹരിതമിത്രയാണ്. മികച്ച കർഷകനാണെന്നുണ്ടെങ്കിൽ കർഷകോത്തമയാണ്. മികച്ച കർഷക വനിതയാണെന്നുണ്ടെങ്കിൽ കർഷക തിലക അവാർഡാണ്. ഏതാണ്? കർഷക തിലക അവാർഡ്. അടുത്ത സ്റ്റെപ്പിൽ നോക്കൂ, ചോളത്തിന്റെ ഉൽപാദനവും വിപണനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മഗമിഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ശരിയാണ് അല്ലെ. നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളില് ഇന്ത്യയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന വിളയാണ് ഏത്? ചോളം എന്ന് പറയുന്നത് അല്ലെ. ചോളം ഏറ്റവും കൂടുതൽ എവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? കർണാടകയിലാണ്. അപ്പോ ഇത് ചോളത്തിന്റെ ഉൽപാദനവും വിപണനവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മഗമിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത നോക്കൂ, ജൂട്ട് മാസ് ഇന്ത്യ ചണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പ് ആണ് അല്ലെ. ജൂട്ട് അതായത് ചണ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനെ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു ആപ്പ് ആണ് ഇത് ജൂട്ട് മാസ്ക് ഇന്ത്യ എന്ന് പറയുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്ത നോക്കൂ, 4ാമത്തെ പ്രസ്താവന നോക്കൂ, കാർഷിക സ്ഥിതിവിവര കണക്കുകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ ഏകീകൃത പോർട്ടലാണ് UPAG പോർട്ടൽ അല്ലെ. UPAG പോർട്ടൽ എന്താണ് ഈ UPAG പോർട്ടൽ എന്ന് പറഞ്ഞാല്? യൂണിഫൈഡ് പോർട്ടൽ ഫോർ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ. UPAG പോർട്ടൽ എന്താണ്? യൂണിഫൈഡ് പോർട്ടൽ ഫോർ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ്. അതാണ് UPAG പോർട്ടൽ എന്നറിയപ്പെടുന്നത്. എന്താണ്? എങ്ങാനും ഇത് തന്നിട്ടിന്റെ പൂർണ്ണരൂപം എഴുതാനോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനോ പറഞ്ഞ് നമുക്ക് അറിയണം. യൂണിഫൈഡ് പോർട്ടൽ ഫോർ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ്. അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാർഷിക മേഖലയിലെ സ്ഥിതിവിവര കണക്കുകൾക്കായിട്ടാണ് ഈ ഒരു പോർട്ടൽ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക അല്ലെ. എന്താണ് ഹരിത വിപ്ലവം? നമുക്കറിയാം ഇവിടെ കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും വളങ്ങളും മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയില് വിത്തിനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വിപ്ലവം നടപ്പിലാക്കിയത് അല്ലെ. കാർഷിക വിപ്ലവം അല്ലെങ്കിൽ ഹരിത വിപ്ലവം, ഗോതമ്പ് വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഈ ഒരു ഹരിത വിപ്ലവം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് വേഗം പറഞ്ഞേ. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ. ആരും ആൻസർ പറഞ്ഞില്ല. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.
ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് വില്യം ബ്രൗൺ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ MP സിംഗ് ആണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏതാണ്? കരിമ്പല്ല, ഗോതമ്പ് ആണ്. നോക്കൂ, ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ്? നാണ്യവിള കരിമ്പാണ്. അല്ലെ, നാണ്യവിളയാണ് ഏത്? കരിമ്പ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. രണ്ടും മാത്രമാണ് ശരി. അടുത്ത ചോദ്യമാണ് അതായത് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ സിവിൽ സർവീസ് ഏതൊക്കെയാണ് പ്രസ്താവനകൾ? വേഗം പരിശീലിച്ച് പറഞ്ഞോ, ഏതൊക്കെയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് പറയുക. ഏതൊക്കെയാണ് സിവിൽ സർവീസ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് ആണ്. ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സിവിൽ സർവീസ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 21 സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥ ബന്ധത്തെ 3 തരംതിരിച്ചിരിക്കുന്നത്. എന്താണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ് ശരി ഉത്തരം? ഇവയെല്ലാം എന്താണ്? ശരി ഉത്തരമാണ്. ഇവയെല്ലാം എന്താണ്? ശരി ഉത്തരമാണ്. ഒന്നുമല്ലാതായില്ലേ? സോറി കേട്ടോ, നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്, ചെറിയൊരു ടൈപ്പ് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കണേ. ഓപ്ഷൻ ഡി ഇവയെല്ലാം ആണ്. ഇവയെല്ലാം. ഓക്കെ, സോറി കേട്ടോ, മിസ്റ്റേക്ക് ആണ്, നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. ഈ എല്ലാ പ്രസ്താവനകളും സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഇവയെല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണ്? നിയമം നോക്കൂ, കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസേവനങ്ങളിലേക്കും തസ്തികകളിലേക്കും നിയമിക്കുന്ന വ്യക്തികളുടെ റിക്രൂട്ട്മെന്റും സേവന വ്യവസ്ഥകളും എല്ലാമാണ് ഇതിൽ പറയുന്നത് അല്ലേ? ഇതിൽ ഏതാണ് ശരി ഉത്തരമായിട്ട് വരിക? അതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 അല്ലെ? നിയമം നിലവിൽ വരുന്നത് എപ്പോഴാണ്? യഥാർത്ഥത്തിൽ 1968 സെപ്റ്റംബർ 17 ഈ നിയമം നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഭരണഘടനയുടെ 309 അനുച്ഛേദ പ്രകാരമാണ് ഈ ഒരു നിയമം, അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ പരിധിയിൽ എന്തെല്ലാമാണ് ഉൾക്കൊള്ളുന്നത് അതെല്ലാം പെടുന്നത് ആർട്ടിക്കിൾ 309 പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ശരിയായ പ്രസ്താവന ഏതാണ്? അല്ലെ, കുറച്ച് 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് വേഗം പറഞ്ഞു. ഏതാണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന? നേരെ കാണുന്നില്ല അല്ലെ? കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ്. നിലവിൽ സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 44 അതും ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആണ് AG മേനോൻ. ശരിയാണോ? അല്ല, ആരാണ്? NES രാഘവാചാരിയാണ്. ആരാണ്? NES രാഘവാചാരിയാണ് കേരളത്തിന്റെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി. അപ്പൊ 3ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഓപ്ഷൻസ് നേരെ കാണാത്തോണ്ടാട്ടോ അങ്ങനെ എഴുതിയത്. നിലവിൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? ശാരദാ മുരളീധരൻ അല്ലേ? ഇത് ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. 1ഉം 2ഉം ആണ് എന്തെന്ന് പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകള്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജില്ലാ കളക്ടർ എന്ന പദവിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അല്ലെ, ഒരു ജില്ലയുടെ മൊത്തം അല്ലെങ്കിൽ ഓരോ ജില്ലയിലും
ആ ജില്ലയുടെ തലവൻ ആര് തന്നെയാണ്? ജില്ലയുടെ തലവൻ ആരാണ്? ജില്ലാ കളക്ടറാണ് അല്ലെ. അപ്പൊ ആ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരിയുത്തരം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഏതാണ് ശരിയുത്തരായിട്ട് വരുന്നത്? ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? വേഗം വായിച്ച ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ ഡി ആണ്. റാഷിദ, പിന്നെ ആരാ പറഞ്ഞ? റാഷിദ മുഹമ്മദ് മാത്രമേ ശരിയുത്തരം പറഞ്ഞുള്ളൂ അല്ലെ. ഇവയെല്ലാം ആണ് അല്ലേ. നോക്കൂ, വിവിധ ജില്ലകളുടെ ഭരണം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ നിഷ്പക്ഷമായിരിക്കുന്ന വ്യക്തിയാണ്. വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന ഉദ്യോഗസ്ഥനാണ്. ഇതെല്ലാം എന്താണ്? ജില്ലാ കളക്ടറെ സംബന്ധിക്കുന്ന പ്രസ്താവനകളാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സാക്കി കുറച്ച വൈസ്രോയി ആരാണ്? ചില കുറച്ച വൈസ്രോയി എന്നാണ് കേട്ടോ. കുറച്ച വൈസ്രോയി ആരാണ്? ആരാണ്? ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? വേഗം പറഞ്ഞേ. ഏത് വൈസ്രോയി ആണത്? ആരാണ് വൈസ്രോയി? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ലിട്ടൻ പ്രഭുവാണ്. ഇനി സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി വീണ്ടും ഉയർത്തിയ വ്യക്തി ആരാണ്? വീണ്ടും ഉയർത്തിയത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭുവാണ് വീണ്ടും സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായപരിധി ഉയർത്തിയ വ്യക്തി. ഉറപ്പല്ലേ? അപ്പൊ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 നിന്നും 19 കുറച്ചത് ആരാണ്? ലിട്ടൻ പ്രഭുവാണ്. വീണ്ടും കൂട്ടിയത് ആരാണ്? അത് റിപ്പണാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ് ഇതിൽ ശരിയായ? 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്ന് വേഗം തിരഞ്ഞെടുക്കുക. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകള്? എല്ലാം ശരിയാണോ? ഏതാണ് ഇത് ശരി? ഏതാണ് ശരി? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വീട്ടുജോലിക്കായി 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെയും നിയമിക്കരുത്. ശരിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്. ശരിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലും സംഘടനയിലും അംഗമാകരുത്. അണ്ടർ ആർട്ടിക്കിൾ 67. ഇതെല്ലാം എന്താണ്? ശരിയാണ്. അപ്പോൾ ഏതാണ് ശരിയുത്തരായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ഇവയെല്ലാം ശരിയാണ്. ഇവയെല്ലാം എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം, ചോദ്യം കാണാൻ തന്നെ മനസ്സിലായി. ഇനി അടുത്ത ഭാഗമാണ് അല്ലെ, ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ഇംഗ്ലീഷിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ എന്താണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്? അല്ലെ, ഇംഗ്ലീഷിൽ നമുക്കറിയാം എ ആൻഡ് ദ എന്നിവയാണ് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് അല്ലെ. ആർട്ടിക്കിൾസിന് പ്രധാനമായിട്ട് 2005 ഏതൊക്കെയാണ്? ഇൻഫിനിറ്റും ഡെഫിനിറ്റും. അവിടെ നിന്നിട്ട് ക്വസ്റ്റ്യൻ കൊടുക്കും. ആ ചോദ്യം 26ാം ചോദ്യമാണ്. Ran went to Saudi Arabia dash years ago. ഇവിടെ ഏത് ആർട്ടിക്കിളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? ഏതാണ് ഇതിന് ശരിയുത്തരം? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. വേഗം ആൻസർ വന്നു കേട്ടോ. എ ആണ് ശരിയുത്തരം. അത് നോക്കൂ, ഡാഷ് ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ്. ഏതാണ് ഡാഷ് ബൈബിൾ? ഏതാണ് ഏത് ആർട്ടിക്കിളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്. ദ ബൈബിൾ ആണ് അല്ലെ. അതായത് ബൈബിള് പോലെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങള് അല്ലെങ്കിൽ ഓൾഡ് എപ്പിക് പോയംസ് ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഉറപ്പല്ലേ? അടുത്ത ചോദ്യം, ഡാഷ് വാർ നെവർ സോൾസ് എനിത്തിങ്, ചൂസ് ദ റൈറ്റ് ഡിറ്റർമൈനർ. അല്ലെ, ഇവിടെ ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയായിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? ഡാഷ് വാർ നെവർ സോൾസ്. ഏതാണ് ഡാഷ് ചെയ്യേണ്ട വാക്ക്? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. എ ആണ്. അതായത് യുദ്ധമോ കലാപങ്ങളോ അതല്ലെങ്കിൽ യുദ്ധങ്ങൾ കലാപങ്ങൾ എന്നിവയെ കുറിച്ച് അങ്ങനെയുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ഉറപ്പല്ലേ? അടുത്ത ചോദ്യം, went to dash hospital to see my uncle. ഏതാണ് ഇവിടെ? went to dash. went to എന്താണ് നമ്മൾ പറയുക? went to ഏത് ആർട്ടിക്കിളാണ് നമ്മൾ സൂട്ട് ആയിട്ട് ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. എന്താണ് നമ്മള് ഈ ഹോസ്പിറ്റൽ എന്തിനാ പോണത്? ടു സീ മൈ അങ്കിൾ ആണ്. അതായത് യഥാർത്ഥത്തിൽ ആശുപത്രിയുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ട് വേറൊരാളെ കാണാൻ
പോകുന്നു എന്ന രീതിയിലായി. അതുകൊണ്ടാണ് നമ്മളോട് എന്ത് ഉപയോഗിച്ചത്? ധ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചത്. പള്ളികളിലോ അല്ലെങ്കിൽ ജയിലോ പ്രിസണോ ഹോസ്പിറ്റലോ സ്കൂളോ കോളേജോ അവയൊക്കെ അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശത്തിന്, ഇപ്പൊ ഹോസ്പിറ്റലില് നമ്മൾ ചികിത്സയ്ക്ക് പോകുന്നു, സ്കൂളിൽ പഠിക്കാൻ പോകുന്നു, കോളേജിൽ പഠിക്കാൻ പോകുന്നു, ഇതെല്ലാം അതേ പർപ്പസിനാകുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ആവശ്യമില്ല? ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. പക്ഷെ ആ സ്ഥാപനങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ നമുക്ക് അവിടെ എന്തിന്റെ ആവശ്യം വരും? അവിടെ ധ എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ ആവശ്യകത ഉണ്ടാകും. ഡാഷ് ഹോക്കി ഈസ് അവർ നാഷണൽ ഗെയിം. ഇവിടെ ഏത് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്? ഏതാണ് പറഞ്ഞേ? ഡാഷ് ഹോക്കി ഈസ് അവർ നാഷണൽ ഗെയിം. ഏതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? ഏത് ആർട്ടിക്കിളാണ്? അതായത് കളികൾ അല്ലെങ്കിൽ ഗെയിമുകളൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആർട്ടിക്കിളുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ഏതാണ് ശരിയുത്തരം? കുറെ പേര് ശരിയുത്തരം കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരം. നോ ആർട്ടിക്കിൾ. ഇവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യം ഇല്ല. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? താഴെ കൊടുത്തിരിക്കുന്നവയില് ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ഇൻപുട്ട് ഉപകരണങ്ങളായിട്ട് വരുന്നത്? കമ്പ്യൂട്ടർ നമുക്ക് പഠിക്കാനുണ്ടല്ലേ? ഏതാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ? വേഗം പറഞ്ഞേ. ഏതാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ? വേഗം പറയൂ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. 1, 2, 3, 4. 1, 2, 4 അല്ലേ? ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, അതുപോലെ തന്നെ ലൈറ്റ് പെൻ. ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങളാണ്. മോണിറ്റർ എന്താണ്? അത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലെ? നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൽ നിന്ന് നമുക്കൊരു ഔട്ട്പുട്ട് എങ്ങനെയാ തന്നെ? മോണിറ്ററിലൂടെയാണ്. അപ്പൊ മോണിറ്റർ എന്താണ്? ഔട്ട്പുട്ട് ആണ്. ബാക്കിയുള്ളവ എന്താണ്? ഇൻപുട്ട് ആണ്. അടുത്തത് നോക്കൂ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ശ്രീജ ശരിയുത്തരാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരായിട്ട് വരുന്നത്. 3 മാത്രമാണ് ഇത് ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് അല്ലെ? പ്രൊജക്ടർ, OMR ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇൻപുട്ട് ഉപകരണങ്ങളാണ് ഉൾപ്പെടുന്നത്. ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് ഇത് ശരിയുത്തരായിട്ട് വരുന്നത്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കുറെ പ്രസ്താവന തന്നിട്ടുണ്ട്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? വേഗം വായിച്ചേ. കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് CPU ആണ്. ശരിയാണോ? കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല് ഏതാണ്? കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് മദർ ബോർഡ് ആണ്. ഏതാണ്? മദർ ബോർഡ്. CPU അല്ല, മദർ ബോർഡ്. മദർ ബോർഡ് ആണ് കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. പഞ്ച് കാർഡ്സ് എന്നറിയപ്പെടുന്നത് പ്രിന്ററുകളാണ്. പഞ്ച് കാർഡ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രിന്ററുകളെയാണ്. IC ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ്. ഏതൊക്കെയാണ് മൂലകങ്ങള്? റെഡോൺ, ജെർമേനിയം മുതലായവ അല്ലെ? ഇതെന്താണ്? ശരിയാണോ? ശരിയായ പ്രസ്താവനയാണോ? തെറ്റാണ്. സിലിക്കൺ ആണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത പ്രസ്താവന നോക്കൂ. കാർബൺ കോപ്പി എടുക്കാൻ ഉപയോഗിക്കുന്ന പ്രിന്റർ ആണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ശരിയല്ലേ? അതും ശരിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ ശരിയായത്? 2ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായത്. 2ഉം 4ഉം ആണ് ഇവിടെ ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ പരിശോധിച്ച് കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റ് തിരിച്ചറിയുക. അല്ലെ? താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണിത്? വേഗം പറഞ്ഞേ. കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റ് ഏതാണ്? വേഗത കുറഞ്ഞ മെമ്മറിയാണ്. കമ്പ്യൂട്ടർ മ്യൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ്. കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാലും വിവരങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. റോം ആണ് ശരിയുത്തരം. ഏതാണ് ശരിയുത്തരായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. റോം ആണ്. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഏതാണ് തെറ്റായ ജോഡി? നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ? നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? തെറ്റായ ജോഡി ഏതാണ്? ഇതിൽ തെറ്റായ ജോഡി ഏതൊക്കെയാണ്? തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. തെറ്റായ ജോഡി ഏതൊക്കെയാണ്? 1ഉം 3ഉം മാത്രമാണ് തെറ്റായ ജോഡി അല്ലെ?
അതായത് 4 ബിറ്റ് എന്ന് പറയുന്നത് ഒരു ബൈറ്റ് അല്ല, ഒരു നിബിൾ ആണ്. അതേപോലെ 1024 KB എന്ന് പറയുന്നത് ഒരു ജിഗാബൈറ്റ് അല്ല, അതെന്താണ്, ഒരു MB ആണ്. നമ്മൾ സാധാരണ നെറ്റ് യൂസ് ചെയ്യുന്നവർക്ക് നമുക്കത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. MB ആണ് കേട്ടോ, ജിഗാബൈറ്റ് അല്ല, മെഗാബൈറ്റ് ആണ്. അടുത്തത് ബാങ്കിംഗ് മേഖലയിൽ ചെക്കുകളുടെ പ്രോസസ്സിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ് ബാങ്കിംഗ് മേഖലയിൽ ചെക്കുകളുടെ പ്രോസസ്സിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? BCR ബാർകോഡ് റീഡർ ആണോ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ OCR ആണോ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ MICR ആണോ, അതോ ഇവയൊന്നുമല്ല? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ് ബാങ്കിംഗ് മേഖലയിൽ ചെക്കുകളുടെ പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അല്ലെ, ഏതൊക്കെയാണ് 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്? ഇതിലേതാണ് ശരി എന്ന് പറയൂ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. ശരിയാണോ? ശരിയാണ്, ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണോ? 7 രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തി പൂർവാചലാണ്. ആണോ? വടക്കേ അതിർത്തി ഏതാണ്? ഹിമാലയമാണ്. ഹിമാലയമാണ് അല്ലെ, വടക്കേ അതിർത്തി ഏതാണ്? ഹിമാലയമാണ്. ഇതിൽ ഏതാണ് ശരി ഉത്തരമായിട്ട് വന്നത്? 1 മാത്രമാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളിലെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ വിലയിരുത്തുക. കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1, 2, 3 പ്രസ്താവനകളാണ്. ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേഗം നോക്കൂ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42% ശരിയാണോ? ശരിയായ പ്രസ്താവന അല്ലെ. നോക്കൂ, അടുത്തത് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ ആണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. എത്രയാണ്? 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? എത്രയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത്? രേഖാംശ വ്യാപ്തി എത്രയാണ്? ശരിയല്ലേ? രേഖാംശ വ്യാപ്തി 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. ഇത് ശരിയാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന ഏത് മാത്രമാണ്? 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ്. അടുത്തത് ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? അടുത്ത ചോദ്യമാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണിത്? ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത് ഏതാണ്? കന്യാകുമാരിയാണ്. കന്യാകുമാരിയാണ് ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. അതിലേതാണ് തെറ്റായ പ്രസ്താവനകൾ എന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ് പ്രസ്താവനകൾ? വേഗം പറയൂ. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ശരിയാണോ? ശരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കെ2 ആണോ? അല്ല, കാഞ്ചൻജംഗയാണ് അല്ലെ. കാഞ്ചൻജംഗ ആണ്. നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയല്ല, മൗണ്ട് കെ2 ആണ്. അപ്പൊ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായവ ഏതാണ്? ഏതൊക്കെയാണ് തെറ്റ്? 2ഉം 3ഉമാണ് തെറ്റ്. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോ ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.